ഇത് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമായ കവരത്തി ദ്വീപാണ്. ഇവിടെ ഈസ്റ്റേൺ സൈഡ് ജെട്ടിയിൽ കപ്പലിറങ്ങിയാൽ ജെട്ടിയിൽ നിന്ന് ഏകദേശം 50 മീറ്റർ ദൂരത്തിൽ നടന്നാൽ എത്താവുന്ന ദൂരത്തിൽ ഇടതുഭാഗത്ത് ഈ കാണുന്ന പാസഞ്ചേഴ്സ് ഹാൾ പിന്നിട്ട് ലൈറ്റ് ഹൗസ് കവാടവും കടന്ന് മുന്നോട്ട് പോയാൽ ഒന്നാമത്തെ വളവ് കഴിഞ്ഞ് നടന്നായാലും വാഹനത്തിലായാലും രണ്ടാമത്തെ വളവിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ വടക്ക് പടിഞ്ഞാറായി കാണുന്നത് പഴയ തച്ചുശാസ്ത്ര രീതിയിൽ നിർമ്മിച്ച അതിമനോഹരമായ ഒരു കൊച്ചു പള്ളി കാണും. ആ പള്ളിയാണ് കീളാച്ചേരി പള്ളി. കീളാച്ചേരി പള്ളിയുടെ പുറം കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പള്ളിയുടെ അകത്തളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിമനോഹരമായ മുറ്റവും ചെടികളും കാണാം. ഈ പള്ളിയുടെ തന്നെ വടക്ക് വശത്തുള്ള ഗേറ്റിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ പള്ളിയുടെ അകത്തളത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ആ പള്ളിയുടെ അകത്തളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പള്ളിയുടെ വടക്ക് ഭാഗത്തായി പള്ളിക്കുളവും കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ പള്ളിയുടെ ഉൾഭാഗത്തിലേക്ക് പോയാൽ പള്ളിയുടെ അകംഭാഗത്ത് നമുക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് പള്ളിയുടെ പുറംപള്ളിയാണ്. അതിന് പുറംപള്ളി എന്നാണ് പറയുക. ഉൾഭാഗത്ത് കാണുന്നത് അകംപള്ളിയാണ്. പള്ളിയുടെ 2 സൈഡിലും ചെരുവുകളുണ്ട്. പഴയ പള്ളികളിലൊക്കെ അങ്ങനെ കാണാം. ഈ പള്ളിയുടെ പുറംപള്ളിയിൽ പള്ളിയുടെ അകത്ത് തന്നെ ഒരു കെട്ട് കാണാം. ആ കെട്ടിൻ്റെ ഉള്ളിലാണ് നാം ഇപ്പോൾ പറയാൻ പോകുന്ന ചരിത്രം അന്തിയുറങ്ങുന്നത്. ഒരു പ്രധാന ചരിത്ര പുരുഷൻ്റേതാണ് ഈ മക്ബറ. പേരും ഊരും അറിയില്ലെങ്കിലും ലക്ഷദ്വീപിൽ സൂഫീസത്തിന് കിരീടം ചൂടിയ താജുൽ ഔലിയ സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹിയുടെ സന്തത സഹചാരിയും ഖാദിമും എഴുത്തുകാരനുമായ ഒരു മഹാമനീഷിയുടേതെന്ന് ചരിത്രം കൈമാറി വന്ന പഴമക്കാരിൽ നിന്നും അറിയാൻ സാധിക്കും. ഇത്തരത്തിലൊരു മഹാൻ്റെ അന്ത്യവിശ്രമസ്ഥാനം ഉൾക്കൊള്ളുന്ന കീളാച്ചേരി പള്ളി അധികമാരും അറിയാതെ പഴമയിൽ പുതച്ച് ആത്മീയ നിദ്രയിൽ ലയിച്ച് ചൈതന്യ അന്തരീക്ഷത്തിൽ തനതായ പൈതൃകം വിളിച്ചോതുന്ന ഖാത്തിബിൻ്റെ വിശ്രമഗേഹമാണ് കവരത്തി കീളാച്ചേരി പള്ളി.